നമ്മളിപ്പോ നമ്മുടെ കഥകളിൽ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരാളാണ് രാജി ചേച്ചി, അതായത് നമ്മുടെ രാധിക ചേച്ചി, സുരേഷ് ഗോപി സാറിന്റെ വൈഫ്. അപ്പം നമ്മള് ആക്ച്വലി പാവൻ രാജിയാണെങ്കിൽ രാജിയുടെ പഠിത്തം നിർത്തിയത് ഞാനാണ്. ഈ പിന്നെ എന്ന് വെച്ചാൽ സത്യം, അത് വിമൻസ് കോളേജിൽ ഡിഗ്രി ഫസ്റ്റ് ഇയർ പരീക്ഷ എഴുതാനായിട്ട് രാജി ഇങ്ങനെ പോകുമ്പോൾ ഞാൻ അതിൻ്റെ മണ്ടേ ഇരിക്കുന്നു. രാജി ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ നോക്കി ക്ലാസ്സിനോട് ചെന്നിട്ട് പാറു എഴുതുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എഴുതുന്നില്ല എന്ന് പറഞ്ഞ്, അപ്പോഴത്തേക്ക് ആണോ എന്ന് ചോദിച്ചിട്ട് ഇവള് ക്ലാസ്സിൽ കൂടെ ഇങ്ങനെ രാജി കയറിയിട്ട് ഇപ്പുറത്തെ വശത്തിൻ്റെ ഒരു കൂടെ ഇറങ്ങിയിട്ട് ഞാനും എഴുതുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടും കൂടെ രാജിയുടെ വീട്ടിൽ പോയി. അന്ന് സുരേഷ് ഉണ്ട് ഏതോ സിനിമയെ കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടും കൂടെ വർത്താനമൊക്കെ പറഞ്ഞ് അതിനുശേഷം ഞാൻ പഠിച്ച് MA എടുത്ത് MPhil രാജിയുടെ പഠിത്തം പോയി. അന്ന് പരീക്ഷ എഴുതിയിരുന്ന രാജി ചിലപ്പോൾ എഴുതിപ്പോയാലും. രാജി, ഞങ്ങളൊരു ലൈവിലാണേ. പിന്നെ രാജിക്ക് വരാൻ പറ്റാത്തതിൽ വലിയ സങ്കടമുണ്ട് ഞങ്ങൾക്ക്. ഞാൻ ഇത് ഹോസ്റ്റ് ചെയ്യുന്ന കുട്ടിയുടെ ഞാൻ കൊടുക്കാമേ. വർഷ. ഹലോ ചേച്ചി. ഹലോ വർഷ. ഹായ് ചേച്ചി. ഞങ്ങള് ഇന്ന് നമ്മള് കാണാന്ന് വിചാരിച്ചേ, പക്ഷെ ഇപ്പൊ പറഞ്ഞ പോലെ വരാൻ പറ്റിയില്ല. അപ്പൊ നമ്മൾ എന്താ കൊറേ കഥകൾ പറഞ്ഞോണ്ടിരിക്കുകയാണ്. ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ കുറച്ച് തിരക്ക് വന്നു പോയി, അതാണ്. അല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വരുന്നു വിചാരിച്ചതായിരുന്നു. സാരി വരെ സെലക്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിരുന്നു എന്റെ അടുത്ത്. അപ്പൊ ഇപ്പൊ ഇവിടെ ഇരുന്നതേ നമ്മളെ എല്ലാ ചേച്ചിമാരും ഉണ്ട്, പിന്നെ ശ്രീരാം ചേട്ടനുണ്ട്. നമ്മളിരുന്ന് ഒരേ ഒരു കഥയാണ്. എന്ന് പറഞ്ഞാല് നിങ്ങളുടെ വിമൻസ് കോളേജിലെ കഥയും എല്ലാ കഥകളും പറയുന്നുണ്ട്. അപ്പൊ അതില് പ്രധാനമായിട്ട് ഇപ്പോഴും കേൾക്കുന്ന ഒരു പേരായത് കൊണ്ട് തന്നെ നമ്മളന്ന് വിചാരിച്ചു വരാൻ പറ്റില്ലെങ്കിലും വിളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ അങ്ങ് വിളിച്ചതാണ്. ശ്രീരാം ചേട്ടനെ പേടിപ്പിച്ച കഥ. വർത്താനം ഒക്കെ ആണ് എന്ന് പറയുന്നത് ചെറിയ ഒരു വിഷമം, അസൂയുണ്ട്. സാരമില്ല, വിഷമം എന്തെങ്കിലും പറ്റുന്നില്ലല്ലോ ആ സന്തോഷത്തില്. അതെ, ശ്രീരാം ചേട്ടൻ ഇപ്പൊ ചേച്ചിനെ പേടിപ്പിച്ച കഥ പറഞ്ഞിട്ടേ ഉള്ളൂ. എന്നുവെച്ചാ റൂമിലിട്ടിട്ട് എന്തോ ഒരു പ്രേതത്തിന്റെ കഥ പറഞ്ഞില്ലേ, തരങ്കിണി സ്റ്റുഡിയോയിലെ കഥ. അയ്യോ, അങ്ങനെ കുറെ കഥകളുണ്ട്. പണ്ടേ ഉള്ളൊരു ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ആണല്ലോ. സ്കൂളിൽ കുറച്ച് പേരുണ്ട്, കോളേജില് ഏറ്റവും കൂടുതൽ പേരുള്ളത് കോളേജില്. അങ്ങനെ ഒരു എന്താ പറയുക, ഏറ്റവും സന്തോഷം നിറഞ്ഞ കുറച്ച് സമയങ്ങളിലെ ആളുകളാണ് ഇവരെല്ലാവരും. ഇവരെ ഇപ്പോഴും കാണുമ്പോൾ നമ്മള് പെട്ടെന്ന് ആ പഴയ കാലത്തേക്ക് തന്നെ പോകും. പഴയ സന്തോഷത്തിലേക്ക് എടുത്തു പറയണം കേട്ടോ. ഞാൻ പറയുമായിരുന്നു രാജിയുടെ പഠിത്തം നിർത്തിയത് ഞാനാണെന്ന്. അങ്ങനെ വിഷമിക്കേ വേണ്ട. ഓരോരുത്തർക്ക് ഓരോന്ന് പറഞ്ഞിട്ടില്ലേ, എനിക്ക് ഇതേ പറഞ്ഞിട്ടില്ല. എന്താ ദൈവമേ, എന്തെല്ലാം നല്ല ഓർമ്മകളല്ലേ രാജിക്ക്. പിന്നെ സത്യം, രാജിക്ക് കല്യാണത്തിന് തലേന്ന് കുപ്പിവെള്ളം വാങ്ങിച്ചോണ്ട് പോയത് ഇപ്പോഴും ഞാന് മരിക്കുന്ന വീടിനടുത്തും ബന്ധത്തൊക്കെ ഞാൻ പറഞ്ഞു തോന്നുന്നു. എന്റെ ഇപ്പോഴും അന്ന് തന്നെ ഗിഫ്റ്റ് ചെയ്ത ആ കുപ്പിവെള്ളയിൽ കുറച്ച് എന്റെ ഇപ്പോഴും ഉണ്ട്. അയ്യോ ആണോ? അയ്യോ, എനിക്ക് അറിഞ്ഞൂടായിരുന്നു രാജി. പാറു ചേച്ചി എപ്പോഴും പറയുന്നതെന്ന് പറഞ്ഞാല് നിങ്ങളെ കണ്ട്, അതായത് വിമൻസ് കോളേജ് പഠിക്കുന്നതല്ലേ രാജി. ഇവർക്ക് ആർക്കും ഓർമ്മയില്ല. രാജിക്ക് ഓർമ്മയുണ്ടോ? ഞാൻ അന്ന് എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ് രാജിയെ കണ്ട ഒരു റെഡും ബ്ലാക്കും ഇങ്ങനെ നേവി ബ്ലൂ ഒരു ചുരിദാർ ഇങ്ങനെ ക്രോസ് ഉള്ളത് ഇട്ട് ഒരു പൂവും വെച്ച് രാജി ഇങ്ങനെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് ഇറങ്ങി വന്നിട്ട് ഞാൻ പുറകെ ഓടി മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് കയറിയത് ഓർമ്മയുണ്ടോ രാജി? വൃന്ദയ്ക്ക് ഓർമ്മയില്ല. എനിക്കറിയാം. മുന്നേ നമ്മള് കൊച്ചിനെ കണ്ടിട്ടുണ്ട്. ഞാന് പണ്ട് അമ്മൂമ്മയും ലളിതാന്റി, പവന്റെ അമ്മ ലളിതാന്റിയും കുടുംബമായിട്ടൊക്കെ പണ്ടേ പരിചയമുള്ളവരാണ്. അപ്പം ലളിതാന്റി എന്നെ കാണുമ്പോ പറയും അച്ഛനെ ഷോർട്സ് ഒക്കെ. അപ്പൊ അങ്ങനെ ഒരു അവസരത്തിൽ ഞാൻ വീട്ടിൽ വന്ന് ഇങ്ങനെ കണ്ടിട്ടുണ്ട്, പറഞ്ഞ് കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്കത് ഓർമ്മയില്ല. ഞാൻ രാജിയെ കണ്ട് വായി നോക്കി ഇറങ്ങി മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് അകത്ത് കയറി വാതിൽ തുറന്നു നോക്കിയപ്പോ വൃന്ദ പാറു, അവർക്ക് ഓർമ്മയില്ലെന്ന്. സത്യം, രാജിക്കെങ്കിലും ഓർമ്മയില്ലേ രാജി? അത് നിന്റെ ഓർമ്മ ഭയങ്കര. അത് തന്നെ. ഇവിടെ ഞങ്ങള് കാത്തുണ്ട്, റബേക്കയുണ്ട്, ശ്രീരാജനുണ്ട്, ചിപ്പിയുണ്ട്, ജാനും ഉണ്ട്, വീണയുണ്ട്, വൃന്ദയുണ്ട്. അത് തന്നെ നമ്മുടെ ഗ്രൂപ്പ്, മരത്തിന്റെ മൂട്ടിലിരിക്കുന്ന ഗ്രൂപ്പിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഗ്രൂപ്പ്. ചേച്ചി അപ്പൊ മരമൂട്ടിൽ പോയിരിക്കാറുണ്ടോ? ഒരു ദിവസം രാജി അനിത പി വിയും കൂടെ രാജിയും കൂടെ വന്നിട്ട് എന്തോന്നോ പാടിയപ്പോ ഞാൻ ഒരു വരി പാടി. അപ്പോഴത്തേക്ക് അനിത പി വി പാടുമല്ലോ എന്ന് പറഞ്ഞത് രാജിക്ക് ഓർമ്മയുണ്ട്. ഞാൻ കരഞ്ഞു. പാടുക എനിക്ക് തന്നെ, ഞാൻ പാടുവോ വെച്ച് ഒക്കെ ആഗ്രഹം പാടാൻ. സത്യം, ഞാനിപ്പോ ആ സമയത്ത് ആ ഒരു മരത്തിന്റെ മൂട്ടിലേക്ക് ഇപ്പൊ പോയിരിക്കുകയാണ്. സത്യം, അങ്ങനെ നമ്മൾ പറയുമ്പോഴേ ആ ഒരു സന്തോഷം, ഒരു എന്താ പറയാനാ, എല്ലാരും പറയുന്നതല്ലേ പണ്ട് കോളേജിൽ സ്കൂളിലൊക്കെ വെച്ച ഏറ്റവും നല്ല കാലമെന്ന്. ആ സമയത്ത് അത്ര തോന്നിയില്ല, പക്ഷെ ഇപ്പൊ ഇരുന്ന് ആലോചിക്കുമ്പോ സത്യം തന്നെയല്ലേ ആ സമയമാണല്ലോ നമുക്ക് ഏറ്റവും സന്തോഷമുള്ള സമയം. സത്യം.
സത്യം. നമുക്ക് ഇപ്പൊ ഇങ്ങനെ ചേച്ചി ഇങ്ങനെ സംസാരിക്കും കൂടി ചെയ്തപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ഇവിടെ കാണാൻ പറ്റാഞ്ഞതിലും അല്ലെ. നമ്മളിങ്ങനെ ഇരുന്ന് ബാക്കി എല്ലാരും കണ്ടു, പക്ഷെ ഈ പറഞ്ഞ പോലെ നമുക്ക് വേറൊരു ദിവസമായിരിക്കാം ചിലപ്പോ കണ്ട് സംസാരിക്കാൻ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നുണ്ടാവുക. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണേ, ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഇറക്കുന്നതായിരിക്കും അല്ലെ, മക്കളൊക്കെ ആയിട്ട് വന്നിട്ടല്ലേ. ഇതൊരു ഭയങ്കര ഇതാണ്. എല്ലാരും കൂടെ കൂടിക്കഴിഞ്ഞാലുണ്ടല്ലോ നമ്മള് വേറെ ഒന്നും പിന്നെ ആലോചിക്കില്ല. ആ ഒരു ചിരിയും സന്തോഷവും തമാശ പറച്ചിലും ഒക്കെ ആയിട്ട് വേറൊരു ലോകമാണ് നമ്മള് കൂടിക്കഴിഞ്ഞാൽ. സന്തോഷം, സത്യം. ഭയങ്കര എന്താ പറയാ, എല്ലാരും ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പം ചേച്ചി അപ്പം ഇവിടെ നിന്ന് അത് ഊഹിക്കാൻ പറ്റും. കാരണം നമുക്കറിയാലോ ഇവരെല്ലാരും കൂടി കഴിയുമ്പോൾ ഉള്ള ഒരു വൈബ് ഉണ്ടല്ലോ, അതെങ്ങനെയാണെന്നുള്ളത് എനിക്ക് അറിയാവുന്നതാണല്ലോ. അതുകൊണ്ട് ആ സന്തോഷത്തിൽ ഇവിടെ ഇരുന്നും ഞാനും ഉണ്ട് പങ്കുചേരാനായിട്ട്. അപ്പൊ നമ്മള് വെക്കുവാണ് ചേച്ചി. അപ്പം നമുക്ക് ഇനി അടുത്ത തവണ എന്നെ വിളിച്ചാല് ഒത്തിരി സന്തോഷം. നെക്സ്റ്റ് ടൈം എന്തായാലും കാണാം. എല്ലാവർക്കും എന്റെ ചക്കര ഉമ്മ. താങ്ക് യു ചേച്ചി. ടാറ്റാ. രാജി ഒരു വരി വേണം. വിളിക്കണോ പാടാൻ? രാജി അഞ്ഞനെ കണ്ണെഴുതി പാടും. എന്റെ ഒരു പസലായിട്ട് ആ അഞ്ഞനെ കണ്ണെഴുതി എന്ന് പാടുമ്പോ നമ്മള് രാജി ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നുണ്ടല്ലോ, നമ്മള് വേറെ ലോകത്തെത്തും. എന്നുവെച്ചാ അങ്ങനെ ഒരു ഐശ്വര്യമാണ് അത് പാടല്ലേ. എല്ലാം പഠിച്ച് പെർഫെക്റ്റ് ആയിട്ടേ പാടാൻ വരുള്ളൂ. അത് തന്നെ. ഇനി ചിപ്പി ചേച്ചി അതേപോലെ ഒന്നും മിണ്ടുന്നില്ല. ചിപ്പി ചേച്ചി സ്കൂളിൽ പ്രിൻസിപ്പൾ ആണോ? പ്രിൻസിപ്പൽ അല്ല, ഫിസിക്സ് ടീച്ചറാണ്. ഫിസിക്സ് ടീച്ചറാണ്. എവിടെയാണ് പഠിപ്പിക്കണേ? ചെന്നൈയിലൊരു സ്കൂൾ. ചെന്നൈയിലാണ്. പിന്നെ അവര് തമിഴ് ആൾക്കാർ സ്റ്റുഡൻസ് അല്ല, അപ്പൊ പിന്നെ മലയാളികൾ കാണാൻ ചാൻസ് ഇല്ല. ഇനി പിള്ളേര് കാണുന്നുള്ളതുകൊണ്ടാണോ ഒന്നും മിണ്ടാണ്ടിരിക്കുന്നത്? ചേച്ചി സതീഷ് അങ്കിളുമായിട്ടുള്ള ഒരു പ്രണയം സത്യം പറഞ്ഞ് ഞാൻ സതീശനും തമ്മിൽ അങ്ങനെ പ്രേമം ഉണ്ടായിരുന്നില്ല. അത് ഇതിപ്പോ ഇവർക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ. എനിക്ക് അങ്ങനെ പ്രേമമില്ലായിരുന്നു. എനിക്ക് സതീശനെ പരിചയമില്ലായിരുന്നു. നിങ്ങൾ പെട്ടെന്ന് ഒരു സാഹചര്യം അല്ലല്ല, നാട്ടുകാർ കഥ പറഞ്ഞു കൊടുക്കുമ്പോ ഞാൻ സതീശനെ വിളിച്ചിട്ട് കല്യാണം കഴിക്കുമെന്ന് ചോദിച്ചാണ്. അപ്പൊ സതീശൻ പറഞ്ഞു ഞാൻ ഒരു കമ്മിറ്റിയിലാണ്, പിന്നെ വിളിക്കാന്ന് പറഞ്ഞ് കട്ട് ചെയ്തു. സത്യം. സതീശൻ ജനറൽ സെക്രട്ടറി ആയിരുന്നു. എന്റെ സതീശൻ ഞങ്ങളുടെ മരത്തിന്റെ മൂട്ടിൽ വന്നിട്ട് ഞങ്ങളോട്, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, നമ്മളോടാണ് പറഞ്ഞത് ഈ പാറുവിനെ നിങ്ങളൊന്ന് പറഞ്ഞു മനസ്സിലാക്കണോ, ഇതൊക്കെ രാഷ്ട്രീയമാണ്, ആ കൊച്ചു എന്തൊക്കെയോ പറയുന്നു അതൊക്കെ, പിന്നെ നിങ്ങളൊന്ന് പറഞ്ഞു മനസ്സിലാക്കൂ, അതിന് നമ്മളെ രണ്ട് സാഹചര്യമാണ്, അതെല്ലാം ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നു. നിങ്ങളൊന്ന് പറഞ്ഞു മനസ്സിലാക്കണം, എനിക്കൊരു നല്ല ഭാവിയുണ്ട്. സത്യം പറഞ്ഞ കറക്റ്റാണ്. വല്ല മന്ത്രിയൊക്കെ ആയി പോയേനെ. പാവം മനുഷ്യൻ. എന്നിട്ട് ചേട്ടാ ഈ പറഞ്ഞ മുഴുവൻ ഗോസിപ്പാണ് ചേട്ടാ. ഞങ്ങൾ തമ്മിൽ അങ്ങനെ പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. നാട്ടുകാർ പറഞ്ഞ് ഞങ്ങൾ സ്പിക് മേക്കയുടെ പ്രോഗ്രാം വെക്കാനായിട്ടാണ് ആദ്യം ഞാൻ അവിടെ പോകുന്നത്. അപ്പൊ സ്പിക് മേക്കയുടെ പ്രോഗ്രാം വെക്കാനായി. അപ്പം ജോർജ് വർഗീസ് സാറ് തന്നില്ല ഞങ്ങൾക്ക്. അവിടെ സ്റ്റാഫ് പ്രോഗ്രാമാണ്. സ്റ്റാഫ് ഞാൻ എഴുതിൻ്റെ കൂടെ വന്ന് വീണയോ ആരായിരുന്നു എൻ്റെ കൂടെ വന്ന് കോളേജിൽ ആരും നിങ്ങളാരും വന്നില്ല. ഞാനും രാകേഷും കൂടെ പോയി. അപ്പോൾ ജോർജ് വർഗീസ് സാർ അന്ന് പ്രിൻസിപ്പൽ. അപ്പോൾ പറഞ്ഞു ഇല്ല ഇവിടെ സ്റ്റാഫ് സ്പോർട്സ് ഡേ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഒരു വിധത്തിൽ ചേച്ചി എൻ്റെ ചേച്ചിയാണെന്ന് ചാപ്റ്റർ സെക്രട്ടറി, എനിക്കാണെങ്കിൽ ചേച്ചിയെ പേടി. അപ്പം വേറെ കോളേജിലൊന്നും വെക്കാൻ പറ്റില്ല, വിമൻസ് കോളേജിൽ വെക്കാൻ പറ്റില്ല, ബാക്കി എല്ലാ കോളേജും അവധി. NSS അന്നില്ല, ഓൾ സയൻസ് ഇല്ല.